ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൈക്കുമുസ്സലാം. യസ്മഉൻ നാസുൽ അദാന ബിവുളൂഹിൻ വയുസ്മഉൽ അദാന ബിവുളൂഹിൻ. അത് പറഞ്ഞു കേട്ടാ. യാ മുആവിയത്തു അവിടെയാണ് കേട്ടാ. യാ മുആവിയത്തു. ടീച്ചറെ അതുപോലെ ഒരു ഡൗട്ട്. ഈ വളഹ എന്നുള്ള ഈ പേര് ഇത് വളഹയാണല്ലേ? വളഹയാണല്ലേ? വലഹ ഞാൻ വളഹ എന്നുള്ള ഇതിൽ വലഹ പോയി. അല്ല കേട്ടാ. വ്യക്തമാക്കുക. വലഹ വലഹ അതിലത്തെ മസ്തറാണ് കേട്ടോ. വുദൂഹ് അതിൻ്റെ മസ്തറാണ് വുദൂഹ് കേട്ടോ. ബി ഹർഫ് ചെറു വന്ന കണ്ടോ, അതുകൊണ്ട് അത് ഇസ്മാണ്. അപ്പം അത് മസ്തറാണ്. യാ മുആവിയത്തു മുആവിയ മുആവിയ ഇബ്നിൽ ഫിഅല ഫി ഹാദിഹിൽ ജുംലത്തി ലിൽ മജ്ഹൂലി. ഈ വാചകത്തിൽ കേൾക്കണില്ലേ? കണ്ടില്ലല്ലോ. ആ വാചകത്തിന് ആ വലിയ സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ മുആവിയ പറയണേക്കാളും തൊട്ട് മുൻപായിട്ടൊരു ലൈന്, അതായത് ഖത്തലൽ ജുന്ദിയു ജാസൂസ, അതിൻ്റെ അടിയിൽ യസ്മഉൻ നാസൽ അദാന ബിവുദൂഹിൻ, അതിൻ്റെ മടിയിൽ യാ മുആവിയ ഇബ്നിൽ ഫിഅല ഫി ഹാദിഹിൽ ജുംലത്തി ലിൽ മജ്ഹൂലി. മുആവിയ ഈ വാചകത്തിലുള്ള ക്രിയയെ നീ മജ്ഹൂലാക്കണം. ഈ വാചകത്തിൽ ഉള്ള ക്രിയയെ നീ മജ്ഹൂലാക്കണം. യു ഷുഡ് മേക്ക് ബിൽഡ് ദ വേർബ് ഇൻ ദിസ് സെൻറ്റൻസ് ടു പാസീവ്. പാസീവിലേക്കാക്കണം. ഇബ്നി എന്ന് പറഞ്ഞാൽ ബന നിർമ്മിച്ചു, യബ്നി നിർമ്മിക്കുന്നു. അതിൻ്റെ അംറ് ഫിഅലാണ് ഇബ്നി. ഇബ്നിൽ ഫിഅല എങ്ങനെ പറയാ? ഫിഅലു അംറിൻ മബ്നിയുൻ അത് അവിടുന്ന് വേറെ സൗണ്ട് വരും. അല ഹദ്ഫി ഹർഫിൽ ഇല്ലത്തിൻ്റെ അക്ഷരം കളഞ്ഞിട്ടാണ് അവിടെ അമ്രഫേലും മബനിയായത് അല്ലേ. ശേഷം വൽഫായിലു നീ അല്ലേ. വൽഫായിലു ദമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അൻത. അൽ ഫിഅല മഫ്ഊലു ബിഹി മൻസൂബുൻ ഫി ഹാദിഹി ജാറുൻ വ മജ്റൂറുൻ അൽ ജുംലത്തി ബദൽ ലിൽ മജ്ഹൂലി ജാറുൻ വ മജ്റൂറുൻ. ഈ വാചകത്തിൽ കൊണ്ട് വാചകം പറയുന്നേ ഉള്ളൂ കേട്ടോ. ഖലഖല്ലാഹുൽ ഇൻസാന മിൻ തീനിൻ. അള്ളാഹു മനുഷ്യനെ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. അള്ളാഹ് ക്രിയേറ്റഡ് മാൻ ഫ്രം ക്ലേ, കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ഖലഖ ഫിഅൽ അള്ളാഹു ഫാഇൽ ഇൻസാന മഫ്ഊലു ബിഹി മിൻ തീനിൻ ജാറുൻ വ മജ്റൂറുൻ. ഇതിനെന്താക്കണം? മജ്ഹൂലാക്കണം. പാസീവ് വോയിസ് ആക്കണം. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കണം. ടീച്ചറുടെ അത് അടുത്ത സെന്റൻസിൽ ദൊമ്മ വരും നായിബ് ഫായിലാവുമ്പോൾ. ഇൻസാൻ ഒരിക്കലും വരില്ല കേട്ടാ. ഞാൻ മുന്നേ ടീച്ചർ വായിക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നത്. അല്ല മോളെ, അത് നെക്സ്റ്റ് സെന്റൻസ് അങ്ങനെയാണ്. ഇതന്നെ വായിക്കുന്നത് ഷബ്ന. നെക്സ്റ്റ് വേറെ ഉണ്ട്, അത് വേറെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഇൻസാനും അപ്പോൾ ഖാല മുആവിയ പറഞ്ഞു ഖുലിഖൽ ഇൻസാനു മിൻ തീനിൻ. മാൻ വാസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ. കളിമണ്ണിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ഖുലിഖ ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. അൽ ഇൻസാനു നായിബു ഫായിലുൻ മർഫൂഉൻ മിൻ തീനിൻ ജാറുൻ വ മജ്റൂറുൻ. ഹുനാ അൽ ഇൻസാനു നായിബു ഫായിലിൻ. ഇവിടെ ഇൻസാൻ നായിബു ഫായിൽ ആണ്. ഹിയർ ദ ഇൻസാൻ ഈസ് നായിബു ഫായിൽ. ഹുനാ ലർഫ് മഖാൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ. അൽ ഇൻസാനു മുബത്തദാക്കി പറയാം. നായിബു ഖബറുൻ വഹുവ മുളാഫ് ഫായിലിൻ മുളാഫുൻ ഇലൈഹി. അപ്പോൾ ഇവിടെ ഇൻസാനു നായിബു ഫായിലാണ്. ഖാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു ഹാതി മിസാലൻ ആഖറ ലിൽ ഫിഅലിൽ മബനിയി ലിൽ മജ്ഹൂലി യാ ഇദ്രീസു. ഇദ്രീസേ, മജ്ഹൂലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്രിയക്ക് മറ്റൊരു ഉദാഹരണം നീ കൊണ്ടുവരൂ. മജ്ഹൂലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്രിയക്ക് മറ്റൊരു ഉദാഹരണം നീ കൊണ്ടുവരൂ. എന്താ പറഞ്ഞത്? Bring the another example of verb that was made for passive. Hati fi'lu amrin
മബനിയുൻ. മബനിയുൻ അലൽ കസ്രി എന്നും പറയും, മബനിയുൻ അല ഹദ്ഫി ഹർഫിൽ ഇല്ല എന്നും കാണുന്നുണ്ട് കേട്ടോ. വല്ലാഹു അലം. വൽ ഫാഇലു നീ കൊണ്ടുവരുമല്ലോ. വൽ ഫാഇലു ദമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അൻത. മിസാലൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ. ആഖറ നഅതുൻ മൻസൂബുൻ. ലിൽ ഫിഅലി ജാറുൻ വമജ്റൂറുൻ. അൽ മബനി നഅതുൻ മജ്റൂറുൻ. ലിൽ മജ്ഹൂലി ജാറുൻ വമജ്റൂറുൻ. യാ ഹർഫു നിദാ മബനിയുൻ അല സുകൂനി. ഇദ്രീസു മുനാദ മബനിയുൻ അല ദമ്മി ഫി മഹല്ലി നസ്ബിൻ. ഖാല ഇദ്രീസു ഇദ്രീസ് പറഞ്ഞു, ഖുതില ഉമറു റളിയല്ലാഹു അൻഹു വഹുവ യുസല്ലി ബിന്നാസി ഫിൽ മസ്ജിദിൻ നബവി. ഖുതില കൊല്ലപ്പെട്ടു. ഉമറു റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. വഹുവ യുസല്ലി ബിന്നാസി അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങളുമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഥവാ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഫിൽ മസ്ജിദിൻ നബവിയ മസ്ജിദുൻ നബവിയയിൽ മസ്ജിദുൻ നബവിയി എപ്പോഴും പറ്റും മസ്ജിദുൻ നബവി മസ്ജിദുൻ നബവിയിൽ ജനങ്ങളെ കൊണ്ട് അഥവാ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമാമായി നമസ്കരിക്കുന്ന അവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഉമർ pleased upon him was killed while leading the people in prayer in the prophet masjid. നബിയുടെ പള്ളിയിൽ നബിയുടെ പള്ളിയിൽ. അപ്പോൾ ഖുതില കൊല്ലപ്പെട്ടു. ഫിഅലു മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. ഉമറു നായിബു ഫായിലുൻ മർഫൂഉൻ. റളിയ ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി. അല്ലാഹു ലഫ്ദുൽ ജലാല ഫായിലുൻ അൻഹു ജാറുൻ വമജ്റൂറുൻ. വാവ് ഹർഫു ഹാലിൻ. ഹുവ ضمير منفصل مبني على الفتح في محل رفع مبتدأ. يصلي فعل مضارع مرفوع بضمة مقدرة على الياء للثقل. والفاعل ضمير مستتر تقديره هو. യുസല്ലി കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താക്കരുത്, മജ്ഹൂലാന്ന് വിചാരിക്കരുത് കേട്ടോ. സൊല്ല യുസല്ലി എന്ന് പറഞ്ഞാൽ നാലക്ഷരമുള്ളതാണ്. അത് അതിൻ്റെ ദൊമ്മ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ മജ്ഹൂലാന്ന് വിചാരിക്കരുത് കേട്ടോ. 4 അക്ഷരമുള്ള ക്രിയകൾ മുലാരിയിലേക്ക് മാറ്റുമ്പോൾ ഫസ്റ്റ് ലെറ്ററിന് ദൊമ്മയായിരിക്കും കേട്ടോ. അത് സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ അതായത് ഐൻ കലിമ നോക്കിയാൽ മതി. ഐൻ കലിമൊക്കെ ഫത്തഹി ആണെങ്കിൽ, യുസല്ല ആണെങ്കിൽ നമുക്ക് പറയാം ഇത് യുസല്ലി എന്നാണ് കേട്ടോ. ലാമിന് കെസറയാണ്. അപ്പോൾ ഫായില് ഹുവയാണ്. ബിന്നാസി ജാറുൻ വ മജ്റൂറുൻ ഫിൽ മസ്ജിദി വീണ്ടും ജാറുൻ വ മജ്റൂറുൻ. അൻ നബവി നഅത്ത് ട്ടാ. നബവി നബിയുടെ പള്ളിയിൽ. മസ്ജിദുൻ നബവി നബിയിലേക്ക് ചേർത്തിട്ട് നിസ്ബു ചെയ്തിട്ടല്ലേ എവിടെ നബവിയെ നബവിയെ എങ്ങനെ അല്ലല്ല അത് നിസ്ബു ചെയ്തിട്ടാണ് പറയാ. നബിയുടെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ നായത്തല്ലേ വരിക. നോക്കിയേ എല്ലാ റൂൾസും കറക്റ്റ് ആയിട്ട് വന്നിക്കണോ നായത്തിന്റെ റൂൾസ്. പിന്നെ മുലാഫ് ആണെങ്കിൽ ഒരിക്കലും തന്നെ മുലാഫിന് അലിഫ്ലാമ് വരില്ലല്ലോ. അൽ മസ്ജിദി. പിന്നെ നബിയുടെ പള്ളി എന്നല്ല പറയാം, നബിയിലേക്ക് ചേർത്തിട്ടാണ് മസ്ജിദുൻ നബവി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഹദീസുൻ നബവി എന്നല്ലേ പറയാ. ഹദീസുൻ നബവിയോ നബീന്റെ ഹദീസ് അങ്ങനെ പറയില്ലേ, എങ്ങനെ തന്നെ പറയാം കേട്ടോ. നമ്മൾ പറയണേന്നെ എന്തോ ഒരു ഇതുണ്ട്, ഈ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യണേൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ സ്വല്ലാബി മനസ്സിലായില്ലേ. സ്വല്ലാബി എന്ന് പറഞ്ഞാൽ നിസ്കാരം നയിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഖാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു, യാ അഹ്മദു അഹ്മദേ ഹാതി മിസാലൻ ആഖറ അല അൻ യകൂന ഫിഅലു ഫീഹി മുളാരിഅൻ. അഹ്മദേ നീ ഒരു മറ്റുദാഹരണം കൊണ്ടുവരൂ. മറ്റൊരു ഉദാഹരണം ഫിഅൽ അതിൽ മുളാരി ആക്കുന്നതിൽ, യകൂന ഫിഅലു ഫീഹി അതിൽ ഫിഅൽ മുളാരി ആക്കുന്നതിൽ മറ്റൊരു ഉദാഹരണം. ബ്രിങ് അനദർ എക്സാമ്പിൾ ടു മേക്ക് ദ വെർബ് ഇൻ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ മുളാരി ആയത് ആക്കുന്നതിൽ, മജ്ഹൂൽ മുളാരി ആക്കുന്നതിൽ എന്നർത്ഥം. ഓക്കെ ഓക്കെ അപ്പോൾ അതിനൊരു ഉദാഹരണം കൊണ്ടുവരൂ. യാ ഹർഫിനിദ അഹ്മദു മുനാദ ഹാതി ഫിഅൽ അംർ ഫാഇൽ അൻത മിസാല മഫൂൽ ബിഹി ആഖറ നഅത് അല അൻ യകൂന അല ഹർഫു ജറിൻ മബനിയൻ അല സുകൂനി. അൻ ഹർഫു നസ്ബിൻ വ മസ്ദരിൻ. യകൂന ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ
بالفتح والفاعل ضمير مستتر تقديره هو നീ കൊണ്ടുവരാനല്ലേ സുബൂത്തിന് ഊനല്ലേ പറയണ്ട ടീച്ചർ നമ്മള്. യകൂന കാന യകൂനു യകൂന ഫീലു ഫീലുൻ എന്താണ് മുളാരി മൻസൂബുൻ ബിൽ ഫതഹി ഒന്നുകൂടി പറഞ്ഞേ. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയാ യകൂനല്ലേ യ- യക്കൂനാണ് പറഞ്ഞത് അല്ലെ, അൻ യക്കൂന. അൻ യകൂന ആ ആ അവിടെ നാഖിസാണ് കേട്ടാ. ഫീലുൻ മുളാരിഉൻ നാഖിസുൻ ഫീലുൻ നാഖിസുൻ മുളാരിഉൻ മൻസൂബുൻ അത്ര മതി. അൻ യകൂന അൽ മസ്ദറുൽ മുഅവ്വലു ഫി മഹല്ലി നസ്ബിൻ മനസ്സിലായില്ല. അല്ലേ? അല്ലെ ഫിൽ മുലാരി ഞാൻ പറയട്ടെ. നാഖിസാണ് മുലാരി ആണ് മൻസൂബുൻ മൻസൂബുൻ ബിൽ ഫതഹത്തി ഫതഹയിൽ നസ്ബാണ്. പിന്നെ അവിടെ മസ്തറുൽ മുഅവ്വലു ഫി മഹല്ലി ജറിനാണ് അല്ലേ. ഞാൻ ഇവിടെ അല ഹർഫു ജറല്ലേ കിടക്കണത്, ജെറിന്റെ മഹലിലല്ലേ കിടക്കണത്. ഫി മഹല്ലി ജെറിൻ ഫി മഹല്ലി ജെറിൻ അൽ ഫിഅലു എന്നുള്ളത്. ഇനി ഞാൻ എന്താണ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നത്. അതന്നെ ഞാൻ ഫായില് പറയുമ്പോ എവിടെ എന്താ കിട്ടാത്തതെന്നാണ്. ശരി ട്ടാ. അപ്പൊ ഇസ്മു കാന പിന്നെ അല ഇതിന്റെ കൂടെ വരുമോ? അല വരുമല്ലോ. നമ്മള് അല വെച്ചിട്ട് പഠിച്ചില്ലേ. എവിടെയാ പറഞ്ഞത്? അൻ വരുമ്പോ അല ഉണ്ടാകുമ്പോ ജെറിന്റെ സ്ഥാനത്താണ്. കാരണം അവിടെ ഈ യകൂനു എന്താ കൗന് എന്നുള്ളൊരു ഇസ്മാക്കാണ് അതിനെ. അഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫേലിനെ എന്താക്കാണ്? മസ്തറുൽ മുഅവ്വലാക്കാണ്. അലയിലൊക്കെ വെച്ചിട്ട് ഒരു മസ്തർ പഠിച്ചില്ലേ, അത് അൻ മുദ്മറ എന്നുള്ളു. അവിടെ നമ്മൾ അന്ന് കണ്ടില്ല, പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടാ? നമ്മള് അൻ മുദ്മറ അന്ന് വിളിച്ചിരിക്കുന്നത് എന്തിന്റെ മുന്നിലായിരുന്നു? ഹത്തല്ല, വേറൊരു ഇവിടെ ശരിക്കും കാണുന്നുണ്ട്. ലാഹിറാണ്, മുളുമറ അല്ല. വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ വരും കേട്ടാ ആക്കുന്നതിൽ. അപ്പൊ യകൂന അപ്പൊ എന്ത് പറഞ്ഞത്? ഇസ്മു യകൂനു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അല്ലല്ലല്ല യകൂന അവിടെ നിൽക്കട്ടെ കേട്ടാ. അൽ ഫിഅലു എന്നുള്ളത് ഇസ്മു യകൂനു അല്ലേ. ഫിഅലു ഇസ്മു കാനന്റെ ഇസ്മു എന്തായിരിക്കണം? മർഫു ആയിരിക്കണം. അൽ ഫിഅലു. അപ്പൊ അൽ ഫിഅലു ആണ് ഇസ്മു യകൂനു. ഫിഹി ജാറുൻ വ മജ്റൂറുൻ മുളാരിയൻ ഖബർ യകൂനു. കറക്റ്റായി കറക്റ്റായില്ലേ? അപ്പൊ അതില് ഹുവ പറയണ്ടേ? ഹുവ എവിടെ? ഹുവ എവിടെ എന്നുള്ള വേണ്ട ഹുവ പറയണ്ട. ഇവിടെ വ്യക്തമായിട്ട് കിടക്കുന്നുണ്ട് എന്തെന്ന്. ഫിഅലു അത് ഫിഅല് ആക്കാൻ, ഫിഅല് ആക്കാൻ എന്നല്ല, ഫിഅല് ആക്കാൻ. അപ്പൊ ആക്കുന്നത് ഇപ്പുറത്ത് ലാഹിറായിട്ട് ഇസ്മ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇസ്മു യകൂന് ഇത് എടുക്കാം. അതില്ലെങ്കിൽ നമുക്ക് അത് ആക്കാനായെങ്കിലും ഓക്കെ. അതില് മുലാരി ആക്കാൻ, ക്രിയ മുലാരി ആക്കാൻ. അപ്പൊ ക്രിയ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ആ രീതിയിൽ പറയാം. ഖാല അഹ്മദു യുഖ്തലു ആലാഫും മിനന്നാസി ഫിൽ ഹുറൂബി. യുഖ്തലു കൊല്ലപ്പെടുന്നു, ആലാഫുൻ ആയിരം, മിനന്നാസി ജനങ്ങളിൽ നിന്ന്, ഫിൽ ഹുറൂബി യുദ്ധത്തിൽ ഹുറൂബി അല്ല യുദ്ധങ്ങളിൽ ജനങ്ങളിൽ നിന്ന് ആയിരങ്ങൾ കൊല്ലപ്പെടുന്നു. ആലാഫുൻ എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ ട്ടാ. അൽഫുൻ ആയിരം, ആലാഫുൻ ആയിരങ്ങൾ. Thousands of the people are killed in wars. യുദ്ധങ്ങളിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുന്നു. അൽഫുൻ ആയിരം, ആലാഫുൻ അതിൻ്റെ ബഹുവചനമാണ് ആയിരങ്ങൾ. യുഖ്തലു ഫിഅലുൻ മുളാരിഉൻ ലിൽ മജ്ഹൂലി മർഫൂഉൻ ബിളമ്മത്തി ളാഹിറ. ആലാഫുൻ നായിബു ഫായിലുൻ മർഫൂഉൻ മിനന്നാസി ജാറുൻ വ മജ്റൂറുൻ ഫിൽ ഹുറൂബി ജാറുൻ വ മജ്റൂറുൻ. ഖാല അൽ മുദർരിസു അധ്യാപകൻ പറഞ്ഞു. യാ ജാബിറു ഹാതി മിസാലൻ ആഖറ അലാ അൻ യകൂന നായിബു ഫായിലി ഫീഹി മുഅന്നസൻ. എന്താ പറഞ്ഞത്? ജാബിറെ, നീ മറ്റൊരു ഉദാഹരണം കൊണ്ടുവരൂ. അതിൽ അല്ലെങ്കിൽ അതിന്മേൽ നായിബ് ഫായിൽ എന്തായിരിക്കണം? അതിൽ മുഅന്നസ് ആയിരിക്കണം. ബ്രിങ് അനദർ എക്സാമ്പിൾ ടു മേക്ക് ഡെപ്യൂട്ടി സബ്ജക്റ്റ് അഥവാ നായിബ് ഫായിൽ ഫെമിനിൻ ഇൻ ഇറ്റ്. അതിൽ
നായിബ് ഫായിൽ മുഅന്നസ് ആയിരിക്കണം. യാ ഹർഫു നിദാ ജാബിറു മുനാദ ഹാത്തി ഫിൽ അംറിൻ മബനിയുൻ അലൽ കസ്രി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. മിസാലൻ മഫൂലുൻ ബിഹി മൻസൂബ് ആഖറ നഅത് അല ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി അൻ ഹർഫു നസ്ബിൻ വമസ്ദരിയിൻ യകൂന ഫിഅലുൻ മുളാരിഉൻ നാഖിസുൻ بالفتح لا فتح لا ناقص فعل مضارع കാര്യമല്ലോ മൻസൂബ് മൻസൂബ് അതാണ് വരാത്തത്. മൻസൂബുൻ ബിൽ ഫതഹി. ഓക്കെ. അൻ യകൂന അൽ മസ്ദറുൽ മുഅവ്വലു ഫി മഹല്ലി ജർറി നായിബ് ഇസ്മു മജ്റൂർ. ശരി, ഇസ്മു മജ്റൂർ. നായിബു അവിടെ നായിബ് ഫായിൽ തന്നെയാണ് അല്ലേ? മാഷാഅല്ലാ. അല്ല ഇസ്മു യകൂനാണ് കേട്ടാ. യകൂനല്ല യകൂന. നായിബു എന്നുള്ളത് ഇസ്മു യകൂനു മർഫൂഉൻ വഹുവ മുളാഫ് അൽ ഫാഇൽ മുളാഫിൻ ഇലൈഹി ഫീഹി ജാറുൻ വ മജ്റൂറുൻ മുഅന്നസൻ ഖബറു യകൂനു മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അത് ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേപോലത്തെ മറ്റൊരു മുഅന്നസ് എന്നുള്ളത് ഇസ്മു യകൂനു, നായിബു എന്നുള്ളത് അല്ല ഖബറു യകൂനു, നായിബു എന്നുള്ളത് മുഅന്നസ് എന്നുള്ളത്. ഖാല ജാബിറുൻ മുഅന്നസ് എന്നുള്ളത് ഖബറു യകൂനു. ഖാല ജാബിർ തുഖറഉ സൂറത്തുൽ ഫാത്തിഹത്തി ഫീ കുല്ലി റകഅത്തിൻ. എല്ലാ റകഅത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യപ്പെടുന്നു. സൂറത്തുൽ ഫാത്തിഹ ഈസ് റിസൈറ്റഡ് ഇൻ എവറി റക. എല്ലാ റകഅത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യപ്പെടുന്നു. തുഖറഉ ഫിഅലുൻ മുളാരിഉൻ ലിൽ മജ്ഹൂലി മർഫൂഉൻ ബിളമ്മത്തിൽ ളാഹിറ. സൂറത്തു നായിബു ഫായിലുൻ മർഫൂഉൻ വഹുവ മുളാഫ് അൽ ഫാത്തിഹത്തി മുളാഫുൻ ഇലൈഹി ഫീ കുല്ലി ജാറുൻ വ മജ്റൂറുൻ കുല്ലി മുളാഫുൻ റകഅത്തിൻ മുളാഫുൻ ഇലൈഹി. കുറേ മറ്റേത് രീതിയിലൊക്കെ പറയണം കേട്ടോ. ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്ടാണ് കേട്ടോ. അലാമത്തു റഫിഹി അലാമത്തു അതൊക്കെ നമ്മൾ പറയണം കേട്ടോ. ഏത് കുല്ലി റകഅത്തിൻ റകഅത്തിൻ എന്നുള്ളത് കുല്ലി റകഅത്തിൻ മുളാഫ് മുളാഫ് ഇലൈഹി അല്ലേ? ഫി ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി കുല്ലി ഇസ്മുൻ മജ്റൂറുൻ ബി ഹർഫി വഹുവ മുളാഫ് റകഅത്തിൻ മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ. നെക്സ്റ്റ് വായിക്കാം. അടുത്ത പേജ്. ഖാലൽ മുദർരിസു അധ്യാപകൻ പറഞ്ഞു യാ ഹസനു അസ്തതിഉ അൻ തദ്കുറ ആയതൻ ഫീഹാ ഫിഅലുൻ മബനിയുൻ ലിൽ മജ്ഹൂലി. അതസ്തതിഉ ആണ് കേട്ടോ. അസ്തതിഉ അല്ല, ഞാൻ ശ്രദ്ധിച്ചു. അതസ്തതിഉ അൻ തദ്കുറ ആയതൻ ഫീഹാ ഫിഅലുൻ മബനിയുൻ ലിൽ മജ്ഹൂലി. ഈ വാക്ക് ഒരു ഇമ്പോർട്ടൻ്റ് വാക്കാണ് കേട്ടോ. ഇതിൽ എക്സസൈസിൽ വരുന്നുണ്ട്. ഓക്കെ. അസ്തതിഉ എക്സസൈസിൽ കണ്ടിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ. ആദ്യം ഇതിൻ്റെ അർത്ഥം പറയാം അല്ലേ. അതായത് ഇതാരോട് ചോദിച്ചത്? ഹസനോട് അല്ലേ. ഹസനെ മജ്ഹൂലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്രിയ അതിലുള്ളതായ ഒരു ആയത്ത് ഓർക്കാൻ നിനക്ക് കഴിയുമോ, അല്ലെങ്കിൽ പറയാൻ നിനക്ക് കഴിയുമോ? ക്യാൻ യു റിമെമ്പർ അല്ലെങ്കിൽ ക്യാൻ യു സേ the words built for passive in it. ഒരായത്ത് ഇവിടെ കണ്ടോ, ഹസൻ അൽ ഹസൻ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹർഫു നിദാവ് വന്ന് പിന്നെ മുനാദ വന്നപ്പോൾ അൽ ഹസനു എന്തായി? ഹസനു എന്നായി. ആലിഫ്ലാം കളയപ്പെട്ടു. അത് ഒരു റൂൾസായിട്ട് നമ്മൾ റൂളായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അസ്തതിഉ ആണ് കേട്ടോ. ഞാനത് ഇതിൽ കണ്ടല്ലോ, ഒരു അതിലുണ്ട്. അതായത് ഇത് എന്ന് വെച്ചാൽ നമ്മളെ ഏതിലാണ് വരുന്നതെന്ന് അറിയോ? ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഫോം 10 ഇത് കിട്ടിയത്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഏതൊരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത് ഫോം 5 ആണ്. പക്ഷേ ഫോം 5 ഇത് കാണുന്നില്ല. ഈ ഒരു അസ്തതിഉ എന്നുള്ളത് ഈ വാക്ക് നമ്മൾ ഖുർആനിലൊക്കെ വന്നതാണ് കേട്ടോ. എവിടെ? ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഏത് ബുക്കാണെന്നറിയോ? സർഫിൻ്റെ ബുക്കിലെ അജ്നാസൊക്കെ ഉള്ള ബുക്ക്, അതിൽ അജ്നാസിൽ ബാബുൽ ആഷിർ അല്ല ബാബു താസിഉ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഫോം 10 ഇസ്തഫ് അല കണ്ടില്ലേ?
ഇസ്തഫ് അല, ഇവിടെ 3 ലെറ്റർ കൂടിയില്ലേ, ഇസ്തഫ്, അലിഫ് സീന് താ, അപ്പോഴാണോ ഇവിടെ എന്താ വാക്ക്, ഇസ്തഫ് അല അല്ലേ, നമ്മളെ വാക്ക് എന്തായിരുന്നു, ഇസ്തതാ എന്നല്ലേ, ഇസ്തഫ് അല ഇസ്തതാ എന്ന് പറഞ്ഞാൽ അവന് സാധിച്ചു. നമ്മൾ എൻ്റെ ബുക്കിൽ 67-ാമത്തെ പേജിൽ ഒരു എക്സസൈസ് ആയിട്ട് തന്നെ ഈ വാക്ക് കൊടുക്കുന്നുണ്ട്. ഇസ്തതാ എന്ന് പറഞ്ഞാൽ അവന് സാധിച്ചു, അവന് കഴിഞ്ഞു, ഹി കുഡ് അവന് കഴിഞ്ഞു. അതിൻ്റെ മുലാരി ആണ് യസ്തതീഉ അവന് സാധിക്കുന്നു, തസ്തതീഉ നിനക്ക് സാധിക്കുന്നു. അതിന് ഇത് മസ്ദർ വരുന്നത് ഇസ്തിതാ സാധ്യമാകൽ. ഹദീസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളൊരു ഹദീസ് ഇപ്പോൾ വരുന്നുണ്ട്. ഖുർആനിലുണ്ട്. പിന്നെ ഏതായിരുന്നു മുനിസ്തതായിലെ സബീല അല്ല അല്ലേ, സാധിക്കുന്നെങ്കിൽ. ശരി, അവിടെ തസ്തതീഉ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് സാധിക്കുമോ, ആ തസ്തതീഉ നിനക്ക് സാധിക്കുമോ, അൻ തദ്കുറ ഓർക്കാൻ, ആയത്തൻ ഒരായത്ത്, ഫീഹ അതിൽ, ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി ഉണ്ടായിരിക്കണം അതിൽ. അപ്പോൾ ഹംസ ഹർഫുൽ ഇസ്തിഫാം മബ്നിയുൻ അലൽ ഫതഹി, തസ്തതീഉ ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിദമ്മത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഓക്കെ, അൻ ഹർഫു നസ്ബിൻ വ മസ്ദരിയിൻ, തദ്കുറ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ആയത്തൻ എന്നത് തദ്കുറ എന്നതിൻ്റെ മഫൂലുൻ ബിഹിയാണ് കേട്ടോ. കറക്റ്റ് ആയില്ലേ? നിനക്ക് കഴിയുമോന്നാ അതിന്റെ മീനിങ് വരുന്നത്? അല്ല, ഹംസ വന്നതുകൊണ്ടാണ് ചോദ്യമായത്. കഴിയും, ഹി കുഡ് അവന് കഴിയും. അതായത് ഇസ്തതാ എന്നിട്ടാ കെസറിട്ടിട്ട് തന്നെ പറയും. ഇസ്തതാ എന്ന് പറഞ്ഞാൽ അവന് കഴിഞ്ഞു, യസ്തതീഉ അവന് കഴിയുന്നു, തസ്തതീഉ നിനക്ക് കഴിയുന്നു, ആ തസ്തതീഉ നിനക്ക് കഴിയുമോ. ഓക്കെ, പിന്നെ അൻ ഹർഫു നസ്ബിൻ വ മസ്ദരിൻ തദ്കുറ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹത്തി. ആയത്തൻ എന്നത് തദ്കുറ എന്നതിൻ്റെ മഫൂലുൻ ബിഹി, അൻ തദ്കുറ അൽ മസ്ദറുൽ മുഅവ്വലു ഫി മഹല്ലി നസ്ബിൻ മഫൂലുൻ ബിഹി. തസ്തതീഉവിൻ്റെ മഫൂലുൻ ബിഹിയാണ് അൻ തദ്കുറ. ആയത്തൻ എന്നുള്ളത് തദ്കുറൻ്റെ മഫൂലുൻ ബിഹി. ഫീഹ അല്ലേ, ഫീഹ വേറെ എന്താ പറയില്ലല്ലോ, ജാറുൻ മജ്റൂറുൻ. അതെ, നമുക്ക് വേണമെങ്കിൽ ഒരു ജുംലാക്കിയിട്ട് പറയാം. എന്തെന്ന്, അതിൽ മബനിയും ലിൽ മജ്ഹൂലിൻ്റെ ഫിയൽ ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു വേറൊരു ജുംലാക്കിയിട്ട് വേണമെങ്കിൽ ഫീഹ ജാറുൻ മജ്റൂർ ഷിബു ജുംല ഖബറും ഫിയലും മുബ്തദാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. മബനിയു എന്നുള്ളത് നഅത്ത്, ലിൽ മജ്ഹൂലി ജാറുൻ മജ്റൂറുൻ. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. എന്തെന്ന്, ഈ ഫീഹ ഫിയലുൻ മബനിയും ലിൽ മജ്ഹൂലി എന്നല്ലേ, അതിലുണ്ടാവണം. എന്തെന്ന്, അതിലുണ്ടാവണം മബനിയു ലിൽ മജ്ഹൂലിൻ്റെ ക്രിയ അതിലുണ്ടാകണം. ഏതിലുണ്ടാകണം, ഏതിലുണ്ടാകണ്ട്, ഫീഹ അതിലുണ്ടാകണം. ആ ഫീഹയും കൂട്ടി ഞാൻ പറയാം. ഫീഹ ഫിയലും മബനിയു ലിൽ മജ്ഹൂലി, അതിൽ ഫിയലു ലിൽ മബനിയു ലിൽ മജ്ഹൂലി ഉണ്ടാവണം. ഏതിലുണ്ടാവണം, ആയത്തിലുണ്ടാവണം എന്നല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഒന്ന് ഇതൊന്നും ആലോചിച്ച് നോക്കി. അതിലുണ്ടാകണം, ആയത്തിലുണ്ടാകണം അല്ലേ, ആയത്തിലുണ്ടാകണം. അപ്പം ഈ ജുംല മൊത്തം നോക്കിയേ, ഈ ജുംല മൊത്തം ഫീ മഹല്ലി നസ്ബിൻ നഅത്തു ആയത്തിൻ, ആയത്തിൻ്റെ നഅത്തായിട്ട് ഈ ജുംല മൊത്തം നമുക്ക് പറയാൻ പറ്റും. തൽക്കാലം അങ്ങനെ വെറുതെ ഓർത്ത് വെച്ചോട്ടാ. അപ്പോൾ ഹസൻ പറഞ്ഞു, നഅം അസ്തതീഉ ബി ഔനില്ല. നഅം അതെ, അസ്തതീഉ ഐ ക്യാൻ എനിക്ക് കഴിയും, ബി ഔനില്ല അള്ളാഹുവിൻ്റെ സഹായത്തോടെ.
ബി ഔനില്ല എന്നല്ലേ, സഹായം ഔനല്ലേ. എന്തെന്താ കൊടുത്തുള്ളത്? എന്താ അത്? യൗനാണോ? അതെ അതെ, കൊടുത്തിരിക്കുന്നത്. അതെയാ. യഊനി. അപ്പൊ അതന്നെ ടീച്ചർ വായിച്ചു ബുക്കില്. ആ അപ്പൊ അല്ലെങ്കിൽ പിന്നെ അള്ളാഹു ഫായിലാക്കി കൊടുക്കണ്ടേ? അതാണ് ക്രിയാണ് കൊടുത്തെങ്കിൽ എന്താണ് അള്ളാഹു അറിയില്ല. അള്ളാഹിൻ്റെ സഹായം എന്തായാലും എന്തോ തെറ്റിയുള്ളതാണ് കേട്ടോ. ബി ഔനില്ലാഹി എന്നാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ സഹായത്തോടെ എനിക്ക് സാധിക്കും. ഓക്കെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അള്ളാഹ് ഐ ക്യാൻ ഡു ഇറ്റ്. نعم حرف جواب مبني على السكون. أستطيع فعل مضارع مرفوع بضمة والفاعل ضمير مستتر تقديره أنا. بحرف جر عون. عون اسم مجرور بحرف وهو مضاف. الله لفظ الجلالة مضاف إليه. قال الله تعالى. الله تعالى പറഞ്ഞു. قال تعالى എന്നാണ് കേട്ടോ. تعالى എന്നുള്ളത് ഫായിലാക്കിയിട്ട് ഫായിൽ കേട്ടോ. അതെ അതെ. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യുഖ്ലഖൂൻ. സൂറത്ത് നഹ്ലിൻ്റെ ആയത്താണ് കേട്ടോ. എന്താ പറഞ്ഞത്? അള്ളാഹുവിന് പുറമെ ദുആ ചെയ്യുന്ന യാതൊരു കൂട്ടർ അവർ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല, അവർ സൃഷ്ടിക്കപ്പെട്ടവർ ആകുന്നു. വല്ലദീന യാതൊരു കൂട്ടർ യദ്ഊന മിൻ ദൂനില്ല അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ലാ യഖ്ലുഖൂന ഷൈഅൻ അവരൊന്നിനെയും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ അവർ സൃഷ്ടിക്കപ്പെടുന്നവർ ആണ്. അവിടെ എവിടെയാ മജ്ഹൂല്? യുഖ്ലഖൂൻ. മാഷാ അല്ലാഹ്. ശരി, ഖൈർ. ശരി കേട്ടാ. ആൻഡ് ദോസ് ദേ ആർ ഇൻവോക്ക് അതർ ദാൻ അള്ളാഹ് ക്രിയേറ്റ് നത്തിങ് ആൻഡ് ദേ ആർ ക്രിയേറ്റഡ് അവർ സൃഷ്ടിക്കുന്നവരാണ്. ശരി. വാവു ഹർഫുൽ അത്ഫ്. അല്ലദീന ഇവിടെ ഇസ്മു മൗസൂൽ മുബ്തദയാണ് കേട്ടാ. വെറുതെ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. യദ്ഊന ദാ യദ്ഊ എന്തായിരുന്നു? വല്ലദീന ഇസ്മു മൗസൂലുൻ ഫി മുബ്തദ ഫി മഹല്ലി റഫ്ഇൻ മുബ്തദ. يدعون لا يدعون دعا يدعى فعل مضارع مرفوع بضمة والفاء لا فعل مضارع مرفوع بثبوت نون. والواو الجماعة ضمير متصل مبني على السكون في محل رفع فاعل من دون جار ومجرور دون مضاف. الله لفظ الجلالة مضاف إليه. യദ്ഊന മിൻ ദൂനില്ലാഹി സിലത്തുൽ മൗസൂൽ ലാ മഹല്ല ലഹാ മിനൽ ഇഅ്റാബി. ലദീനയുടെ സിലത്തുൽ മൗസൂലാണ് യാതൊരു കൂട്ടർ. അപ്പോൾ അവിടെ മുബ്തദയും കഴിഞ്ഞു സിലയും കഴിഞ്ഞു അല്ലേ. ലാ ഹർഫു നഫി അല്ലേ? അതെ, സൃഷ്ടിക്കുന്നില്ല. യഖ്ലുഖൂന ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിസുബൂതി നൂനി. അൽവാവുൽ ജമാഅ ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ ഷൈഅൻ മഫ്ഊലുൻ ബിഹി. അപ്പോൾ ഇവിടെ വല്ലദീന എന്ന മുബ്തദൻ്റെ ഖബറാണ് ഈ ഒരു ജുംല കേട്ടോ. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ മുബ്തദയുടെ ഖബർ ജുംലത്തുൽ ഫീലി ആയിട്ട് വരുന്നു പഠിച്ചിട്ടില്ലേ? അപ്പോൾ യഖ്ലുഖൂന ഷൈഅൻ എന്ന ജുംല മൊത്തം വല്ലദീന എന്ന ഇസ്മു മൗസൂൽ മുബ്തദയുടെ ഖബറാണ്. പിന്നെ എന്താ എഴുതി വെച്ചേക്കണം എനിക്കറിയില്ല. വഹും വാവു എന്താ? അവർ വാവുൽ ഹാലിലെ അവരാണെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. വാവുൽ ഹാല് മബ്നിയുൻ അലൽ ഫതഹും ളമീറുൻ മുൻഫസിലുൻ മബ്നിയുൻ അലൽ സുകൂനി ഫീ മഹല്ലി റഫ്ഇൻ ഫീ മഹല്ലി റഫ്ഇൻ മുബ്തദഉൻ അല്ലേ പറയാ? മുബ്തദഉൻ ആണ് കേട്ടോ. മുബ്തദ ضمتين شريكو. يخلقون فعل مضارع للمجهول ومرفوع بضمة مرفوع بثبوت نون. والواو الجماعة ضمير متصل مبني على السكون في محل رفع نائب فاعل في محل رفع نائب فاعل. ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോയില്ലേ?
പിന്നെന്താ യുഖ്ലഖൂന അല്ലേ, യുഖ്ലഖൂന അൽ ജുംലത്തുൽ ഫിഅലിയ ഫീ മഹല്ലി റഫ്ഇൻ ഖബർ അല്ലേ, ഹുമ്മിൻ്റെ ഖബർ, ഖബർ മുബ്തദഇ, ഖബറു മുബ്തദഇ, അവിടെ മുദാഫിൻ ഇലൈഹി ആയതുകൊണ്ട് മുബ്തദഇ എന്ന് പറഞ്ഞത് കേട്ടോ. നീ ഒന്നുകൂടെ പറയില്ലേ, ഇസ്മിയ അങ്ങനെ ഒരു ഇതൂടെ പറയൂലേ, ഏതാണ് ഹർഫുൽ ഹാല് വരുമ്പോഴേ അത് പറയട്ടാ. ഹും മുബ്തദയും യുഖ്ലഖൂന ഖബറും പറഞ്ഞില്ലേ. പിന്നെ ഹും യുഖ്ലഖൂന അൽ ജുംലത്തുൽ ഇസ്മിയ ഫീ മഹല്ലി നസ്ബി ഹാൽ. പിന്നെ നമ്മളെ ഇതിലൊക്കെ ഞാൻ പറയാത്തൊരു വാക്ക് ഇടയിൽ യദൂന, യഖ്ലുഖൂന, യുഖ്ലഖൂന എന്നൊക്കെ പറഞ്ഞപ്പോൾ മർഫൂഉൻ ബിസുബൂത്തി നൂനി ലിഅന്നഹു മിൻ അഫ്ആലിൽ ഖംസത്തി എന്നും കൂടി പറയണം കേട്ടോ. അവിടെ ഒന്നും ഞാനത് പറഞ്ഞില്ല. അതും കൂടി ഉണ്ട് കേട്ടോ, എല്ലാ ഇതിലും അത് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് മിസ്സാക്കരുത് കേട്ടോ. എന്തെങ്കിലും ഞാൻ പറയണതിൽ മറന്നു പോണതാണേ, അപ്പം അത് ശ്രദ്ധിക്കാം കേട്ടോ. ഖാലൽ മുദർരിസു, അധ്യാപകൻ പറഞ്ഞു, അഹ്സൻത യാ ഹസനു, ഹസനെ നീ നന്നാക്കി. അഹ്സൻത ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹ് അല സുകൂനി, التاء ضمير متصل مبني على الفتح في محل رفع فاعل يا حرف نداء حسن منادى. അടുത്തത് അയുംകിനുക അൻ യദ്കുറ ഹദീസൻ നബവിയൻ യഹ്വി ഫിഅലൻ മബനിയൻ ലിൽ മജ്ഹൂലി യാ സുബൈറു. ആരോട്? സുബൈറിനോടാണ് അല്ലേ. പറയാട്ടോ. ഹസനല്ലല്ലോ അല്ലേ, ആരോട് ചോദിച്ചത്? സുബൈറിനോടല്ലേ ചോദിച്ചത്? അല്ലല്ല, സുബൈറിനോട്. ഹസനോട് നന്നാക്കി എന്ന് പറഞ്ഞു, സുബൈറിനോടാണ് ചോദിച്ചത്. അത് നമ്മൾ പറഞ്ഞല്ലേ. നിനക്ക് നബിയുടെ ഒരു ഹദീസ് പറയാൻ സാധിക്കുമോ? മജ്ഹൂലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്രിയ അഥവാ ഫിഅൽ ഉൾക്കൊള്ളുന്നതായ, മജ്ഹൂലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്രിയ അഥവാ ഫിഅൽ ഉൾക്കൊള്ളുന്നതായ നബിയുടെ ഒരു ഹദീസ് പറയാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ സാധിക്കുമോ? ക്യാൻ യു റിമെമ്പർ എ ഹദീസ് ഓഫ് പ്രൊഫറ്റ്സ് ബിൽറ്റ് ഫോർ പാസീവ് വെർബ്? അയുംകിനുക നിനക്ക് സാധിക്കുമോ, അൻ യദ്കുറ ഓർക്കാൻ, ഹദീസൻ നബവിയൻ, സോറി അതെ, നബിയുടെ ഹദീസ്, യഹ്വി ഉൾക്കൊള്ളുന്നത് ട്ടാ, യഹ്വി എന്നാണ് ഉൾക്കൊള്ളുക, ഹവ യഹ്വി, ഹവ ഫതഹ വാവ് പിന്നെ അലിഫ് മക്സൂറ, ഹവ യഹ്വി ഫിഅലൻ മബനിയൻ ലിൽ മജ്ഹൂലി യാ സുബൈറു. ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലൽ ഫതഹി, യുംകിനു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മതി, الكاف ضمير متصل مبني على الفتح في محل نصب مفعول به عن حرف نصب ومصدري. تذكر فعل مضارع منصوب بالفتح. أن تذكر المصدر المؤول في محل رفع فاعل. യുംകിനൊക്കെ വരുമ്പോൾ ഫായിലായിട്ടാണ് മസ്ദറുൽ മുഅവ്വൽ വരിക കേട്ടോ. ഹദീസൻ എന്നത് മഫൂലു ബിഹി മൻസൂബുൻ, യദ്കുറൻ്റെ മഫൂലു ബിഹിയാണ് ഹദീസൻ. നബവിയൻ എന്നത് ഹദീസൻ എന്നതിൻ്റെ നഅത്താണ്. യഹ്വി ഫിഅലുൻ മുളാരിഉൻ, ഹവ യഹ്വിലെ ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തിൽ മുഖദ്ദരി ലിത്തിഖ്ലി. യഹ്വി മുളാരി അല്ലേ, ഹവക്കാണ് അലിഫ് മക്സൂറ വരിക. യഹ്വി മുളാരി ആയപ്പോ യാ തന്നെയാണ്, അത് കുത്തുണ്ട്. പിന്നെ നിർമ്മിക്കപ്പെട്ട ക്രിയ അതിലടങ്ങിയിരിക്കണം. ഞാൻ ആ ജുംല മൊത്തം എന്തൊക്കെ വരിക എന്നാണ് ആലോചിക്കണം. ശരി, അത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നത്, യഹ്വിയുടെ ഫായില് ഹുവയാണ് കേട്ടോ. ലമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ, ഫിഅലൻ മഫൂലുൻ ബിഹി മൻസൂബുൻ. പിന്നെ മബനി എന്നുള്ളത്
നഅത്ത് ഫിഅലിൻ്റെ നഅത്ത് ലിൽ മജ്ഹൂലി ജാറുൻ വ മജ്റൂൻ യാ ഹർഫു നിദാ സുബൈറു മുനാദ. അലിഫ്ലാം ഇല്ലാത്തതുണ്ട് സുബൈറു, ശ്രദ്ധിക്കണേ, മുനാദക്ക് അലിഫ്ലാം വരൂല. ഇവിടെ യഹ്ബി ഫിഅലൻ അതിലടങ്ങിയിരിക്കണം. അപ്പം എന്തായിരിക്കും? ഈ ജുംല മൊത്തം നബവിയൻ എന്നതിൻ്റെ നഅത്താണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇതേപോലെ തന്നെ ഫി മഹല്ലി നഅത്തുൻ. ഏതിൻ്റെ നബവിയൻ? ഏതാണ് നബവിയൻ? നഅത്താണ്. പിന്നെ അതിൻ്റെ തന്നെ നഅത്താണ് ഈ ഇത് കേട്ടോ. ഹദീസൻ നബവിയൻ. ഹദീസിൻ്റെ വരുമോ? നബീൻ്റെ അല്ലല്ല ഹദീസിൻ്റെ വരും അല്ലേ? അതിലടങ്ങിയിരിക്കണം ഹദീസ്. മഫൂലും ബിഹി അല്ല മബനിയുൻ. ഏത് മബനി? ഇവിടെ മബനി. മബനി എന്നുള്ളത് ഫിയലൻ എന്നുള്ളതിൻ്റെ നഅത്ത്. ഇതിലുള്ള മബനി അല്ല അതിൻ്റെ അകത്തുള്ളത് അല്ലേ? ശരി ശരി. ഫിഅലൻ എന്നതിൻ്റെ നഅത്താണ് മബനിയൻ എന്നത്. ചെറിയ ചെറിയ ഇത് വരും കേട്ടോ. നമുക്കത് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാവും കേട്ടോ എല്ലാവർക്കും. ഖാല സുബൈർ പറഞ്ഞു യുംകിനുനി ഇൻഷാ അല്ലാഹു ഉദ്ദേശിച്ചാൽ യുംകിനുനി എനിക്കത് സാധിക്കും. ഐ ക്യാൻ ഡു ഇറ്റ് ഇഫ് അല്ലാഹ് വിൽ. അല്ലാഹു ഉദ്ദേശിച്ചാൽ എനിക്കത് സാധിക്കും. യുംകിനുനി എങ്ങനെ പറയാ? ഫിഅലുൻ മുളാരിയുൻ മർഫൂഉൻ ബിദമ്മത്തി അന്നൂനു നൂനുൽ വിഖായത്തി യാ മുതകല്ലിം മഖ്ബൂലുൻ ബിൽ ഇൻ ഹർഫു ഷർത്ത് ഷാഅ ഫിഅലു മാളി അല്ലാഹു ഫായിൽ. ഞാൻ ചോദിക്കുന്നത് ഈ യുംകിനുന്റെ ഫായിൽ എവിടെയാ? അല്ലാഹ് ഉദ്ദേശിച്ചാന്നുള്ളത് ഒരൊറ്റ വാക്കായിട്ട് വേറെ പോയി. അതിലേക്ക് പോവല്ലേ? ഇവിടെ വേറെ ഫായിലിനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അതിന്റെ ഉള്ളിൽ തന്നെ എടുക്കണ്ടേ ഫായില്? ഇല്ല, അതിനില്ലല്ലോ. ഫായിലില്ലാത്ത സന്ദർഭത്തിൽ ഈ യുംകിനുന്ന് നമ്മൾ എടുക്കണം. അപ്പൊ എങ്ങനെ പറയാ? എനിക്ക് യുംകിനു അല്ലാഹു ഉദ്ദേശിച്ച എനിക്കത് സാധിക്കും. അപ്പോ നമ്മള് മുസ്തത്തിറായിട്ട് പറയാം അല്ലേ? അത് അന്ന് ടീച്ചർ പറഞ്ഞിരുന്നത് ഇതൊരു സ്പെഷ്യൽ വേർഡാണ്, ഇതിന് ഫായിലില്ല എന്ന് പറഞ്ഞു. മസ്തറുൽ മുഅവ്വലുള്ള കുറെ വാക്കുകൾ ഏതൊക്കെ കുറെ ഉണ്ട് കേട്ടാ. യജീബു ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം ഞാൻ ഗ്രൂപ്പിലുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നോക്കണം കേട്ടോ അങ്ങനത്തെ ഫേലുകൾ. ഓക്കെ. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല ഫിഅലുൻ മാളിൻ മബ്നിയുൻ അലൽ ഫതഹി സ്വല്ല വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ സ്വല്ല ഫിഅലു മാളി മബ്നിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദരി ലിത്തഅദ്ദുറാണ് കേട്ടോ. അല്ലാഹു ഫായിൽ അലൈഹി ജാറുൻ വ മജ്റൂർ വാവു ഹർഫുൽ അത്ഫ് സല്ലം ഫിഅലു മാളി മബ്നിയുൻ അലൽ ഫതഹി. അടുത്ത ഹദീസ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ എല്ലാവരോടും പറയണ ഒരു ഹദീസാണ്. എന്താണെന്നറിയാം ഈ ഹദീസ് പറയാൻ കാരണം എന്താണെന്ന് പറയുക, ചിലർ പറയേ ഞാൻ എത്ര ഇതായിട്ടും കാര്യമില്ല, ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടി അങ്ങനെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഹദീസ് ആലോചിക്കും. ഈ ഹദീസ് നോക്കിക്കോട്ടെ. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തൈനി. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തൈനി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ വിഷജന്തുക്കളൊക്കെ കടിക്കൂലേ, കൊത്തുക എന്നൊക്കെ പറയില്ല, കടിക്കുക, കൊത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ല, കൊത്തുക അല്ലെങ്കിൽ കടിക്കുക എന്നൊക്കെ പറയും. ലദഗ യൽദഗു ഒരു മുഅ്മിനെ 2 പ്രാവശ്യം പാമ്പ് കടിക്കില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, പാമ്പ് ഉദ്ദേശിച്ചത് പാമ്പ് എന്നല്ല. അപ്പൊ ലാ യുൽദഗു മുഅ്മിനു മിൻ ജുഹ്റിൻ. ജുഹർ എന്ന് പറഞ്ഞാൽ മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ കടിക്കൂലാന്ന് വിഷജന്തുക്കളിട്ട്. അതായത് ആ പറയണതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാളെന്നെ ചിലപ്പോൾ ചിലർ 2-3 പ്രാവശ്യം പറ്റിക്കണുണ്ട്. നിങ്ങൾ പറ്റിച്ചിട്ടും അവർക്ക് മനസ്സിലായിട്ടും പിന്നെ അവരടുത്തൊക്കെ പോകില്ല ചിലർ. എത്ര നെഗറ്റീവ് കിട്ടിയാലും ചിലതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എത്ര നെഗറ്റീവ് കിട്ടിയാലും ചില ആളുകളെ വീണ്ടും 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 അവർ പറ്റിച്ചുകൊണ്ടിരിക്കും. അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ സത്യവിശ്വാസിനെങ്കിൽ എന്ത് ചെയ്യണം? അവിടുന്ന് മാറിക്കണം അല്ലേ?
പിന്നെയും ഒരാൾക്ക് പറ്റിക്കപ്പെടാന്ന് പറയുമ്പോൾ അയാൾക്ക് ക്യാരക്ടർ ഇങ്ങനെ എന്നിട്ട് പിന്നെയും പോയിട്ട് തല വെച്ച് കൊടുക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. കുടുംബത്തിൽ വന്ന് മാറാൻ പറ്റൂലല്ലോ ടീച്ചറെ, കുടുംബത്തിലായ അത് മാറാൻ കുടുംബത്തിലാണെങ്കിലൊക്കെ പറ്റുമോ? നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്, ഇതാക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു വിശ്വസ്തനല്ലാത്ത ഒരാൾ പൈസ ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വിയർപ്പിൻ്റെ അസുഖമുള്ള ആളുകളുണ്ട്, പണിയെടുക്കൂല, മറ്റുള്ളവരെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുക, താഴേക്കുള്ള കൈ ചെയ്ത് എന്താ പറയുക കെട്ടിക്കൊണ്ടിരുന്ന അവരൊരിക്കലും തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കില്ല, വീണ്ടും 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 കിട്ടാൻ ശ്രമിക്കും. അപ്പോൾ സുഖം കിട്ടും അവർക്ക്. പിന്നെ ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല, ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊരാളിൽ നിന്നും ഒരു ഔദാര്യവും കൈപ്പറ്റാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം അത് ശീലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മൾക്കത് ശീലിച്ചു കൊണ്ടേയിരിക്കും. അവരെങ്ങനെ സുഖിപ്പിച്ച് പൈസ വാങ്ങിച്ചു കൊണ്ടേയിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ നല്ലവർക്കൊരു സുഖം കിട്ടുമോ? ഞാൻ വെറുതെ പറയണല്ല, അതൊരു ശീലമാണ്. അതേസമയം നിങ്ങൾ കൊടുത്ത് ശീലിച്ചു നോക്കിയേ, ഇല്ലായ്മയിലും കൊടുത്ത് ശീലിച്ചു നോക്കിയേ, അപ്പോൾ നമുക്ക് എപ്പോഴും കൊടുക്കാൻ തോന്നും. അപ്പം അങ്ങനെ കുറേ കാര്യത്തിൽ, ഒരുപാട് കാര്യത്തിൽ, പൈസൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പൈസ ഇടപാട് നടത്തുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ വിശ്വസ്തതൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പല പല ചതികൾ ആരെങ്കിലും ഒരിക്കലും ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുപോയിട്ട് അവിടെ തല വെച്ച് കൊടുക്കുന്നത് സത്യവിശ്വാസിയല്ല. കണ്ടോ, അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹദീസ് അത് ചിലർ പറയുമ്പോൾ ഞാനിങ്ങനെ ഈ ഒരു വാക്ക് എപ്പോഴും പറയും, ഒരു മാളത്തിൽ നിന്നൊരു സത്യവിശ്വാസിനെ 2 പ്രാവശ്യം കടിക്കൂല. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം കടി കിട്ടുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പണ്ടേ എപ്പോഴും ഓരോ കംപ്ലൈൻറ്റുകൾ പറയും ഓരോരുത്തരെ പറ്റിയിട്ട്. ഞാൻ പ്രവർത്തനങ്ങൾ തന്നെ നടക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള വിലവരെ പറ്റിയിട്ടും ചില കംപ്ലൈൻറ്റുകൾ, അവർ പെരുമാറ്റം ശരിയായില്ല, ഇവരോടുള്ള പെരുമാറ്റം. അപ്പോൾ എന്നോട് ഒരു ഇത്ത പറയുന്നതാണ്, അവിടെ ഒരു ഷാഫിയാത്ത ഉണ്ട് വടക്കേക്കാട്, മാഷാ അൽഹംദുലില്ലാ. ഷാഫിയാത്ത പറയുന്നൊരു വാക്കാണ്, റജിനാക്ക് ഈമാനില്ലാല്ലേ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് നാണക്കേട് തോന്നും. ഈമാൻ കുറവായതുകൊണ്ടാണല്ലോ ഈ കംപ്ലൈൻറ്റ് പറയണത്. അപ്പോൾ അതേപോലെ നമ്മൾ സത്യവിശ്വാസി അല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അല്ലാ എൻ്റെ വിശ്വാസം എന്ന് ചോദ്യം ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കണം. ഇത്തരം ഹദീസുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സഹായിക്കട്ടെ. എന്തായാലും അൽഹംദുലില്ലാ ഖൈർ. അപ്പോൾ എന്തായിരുന്നു ടീച്ചറെ, നമുക്ക് എന്തെങ്കിലും ഒരാളെ പറ്റി സംശയം ഉണ്ടെങ്കിലേ അത് നമ്മൾ മറ്റുള്ളവരടുത്ത് പറയാൻ പാടില്ല അല്ലേ? എനിക്ക് വിശ്വാസക്കുറവുണ്ട്. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉള്ളത്. ഇപ്പോൾ ഒരു വിവാഹം, അല്ലെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പാഠം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഇവിടെ ലാ ഹർഫു നഫി, ശരി പറഞ്ഞുതരാം. അതായത് ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ കടിക്കപ്പെടുകയില്ല എന്നാണ്. അല്ലേ? അതെ, കടിക്കപ്പെടുകയില്ല. അപ്പം കടിക്കുന്നത് ആരാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. കടിക്കപ്പെടുകയില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞത്? എ ബിലീവർ വിൽ നോട്ട് ബി ബൈറ്റൺ ട്വൈസ് ഇൻ എ ഹോൾ. ഒരു ഹോളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബുറോ അല്ലെങ്കിൽ ഹോളിൽ, രണ്ടും പറയാം. ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിക്ക് 2 തവണ കടിയേൽക്കപ്പെടുകയില്ല. ലാ ഹർഫു നഫീൻ യുൽദഗു ലദഗ യൽദഗു യുൽദഗു ഫിഅലുൻ മുളാരിഉൻ മജ്ഹൂലുൻ ലിൽ മജ്ഹൂലി മർഫൂഉൻ ബിളമ്മത്തി ളാഹിറ അൽ മുഅ്മിനു നായിബു ഫായിലുൻ മർഫൂഉൻ മിൻ ജുഹ്രിൻ ജാറുൻ വ മജ്റൂറുൻ. ജുഹ്രിൻ്റെ നഅത്താണ് വാഹിദിൻ. മറത്തൈനി 2 തവണ എന്താ? തമീസ് അല്ലേ? നമ്പർ പറയുമ്പോൾ തമീസാണ് കേട്ടോ. തമീസ് എപ്പോഴും എന്തായിരിക്കും? മൻസൂബായിരിക്കും അല്ലേ? മറത്തൈനി തമീസുൻ മൻസൂബുൻ കറക്റ്റ് ആയില്ലേ? റവാഹുൽ ബുഖാരിയു വൽ മുസ്ലിമു, അതായത് മുത്തഫഖുൻ അലൈഹിയാണ് അർത്ഥം. എന്നൊക്കെ നമുക്ക് എത്ര ഫീല് കിട്ടി. അതേപോലെ റവ, ഖവ, ഒരു ഹവ കിട്ടിയില്ലേ? ഹവ അടങ്ങിയിരിക്കുന്നു, ഹവ. പിന്നെ ഏതാ? റവ, പിന്നെ നവ, ഖവ കേട്ടിട്ടില്ലേ? ബിക്വാത്തുൻ ഖവ, അയൻ ചെയ്തു ഖവ. പിന്നെ തൊവ ഉണ്ട്, തൊവ എന്ന് പറഞ്ഞാൽ ഫോൾഡ് ചെയ്ത് ഡ്രസ്സ് മടക്കി വെക്കണേനെ തൊവ. പിന്നെ ഉദ്ദേശിക്കണേന് എന്താ പറയാ? നവ, നൂന് വാവ് പിന്നെ അലിഫ് മക്സൂറ, നവ. നമ്മൾ പണ്ട് പറയില്ലേ നവൈത്തു സൗമ, ഇത് ഞാൻ ഉദ്ദേശിച്ചു എന്നൊക്കെ പറയില്ലേ? നവ, നിയത്താക്കി, നവ. ഇന്റൻഷനാണ് നവ, നിയത്ത്, അത് നവ. റവ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നെറേറ്റഡ് എന്നറിയില്ലേ? എന്താ പറയാ? നെറേറ്റഡ് മലയാളം എന്ന് പറഞ്ഞേ?
എക്സ്പ്ലനേഷൻ. എക്സ്പ്ലെയിൻ ചെയ്തതാ, ഉദ്ധരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. രചിക്കുകയല്ലേ, രചിക്കുക, നെറേറ്റർ എന്ന് പറഞ്ഞാൽ രചിക്കുക. അത് നിർമ്മിക്കുക അത്രല്ല. ഇത് നിർമ്മിക്കുക, ഉദ്ധരിക്കുക എന്നാണ്. ഒരാളിൽ നിന്ന് ഒരാൾ ഉദ്ധരിക്കുക എന്നാണ് കേട്ടോ. നിർമ്മാണം ഒന്നും വരില്ല കേട്ടോ ഇതിൽ. നെറേറ്റഡ് ഇംഗ്ലീഷിൽ കൊടുക്കുമ്പോൾ ആ ഒരു നിങ്ങൾ പറഞ്ഞ മലയാളം മീനിങ് അല്ല കൊടുക്കുന്നത്. ഒരാളിൽ നിന്ന് ഒരാൾ നെറേറ്റ് ചെയ്തു, ഒരാളിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നെറേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നു, ഷബന അത് നെറേറ്റ് ചെയ്യും നിങ്ങൾക്ക്. കണ്ടോ നരേഷൻ കണ്ടോ? ബുഹാരി മുസ്ലിം ഒക്കെ ഇവിടുന്ന് ഓരോ സ്വഹാബിമാരുന്നാണ്. ഓരോ സ്വഹാബിമാർ താബിയ് തബോ താബിയ് അങ്ങനെ റസൂലിലേക്ക് കണ്ടെത്തല്ലേ. റസൂല് സ്വഹാബി താബിയ് തബോ താബിയ് പിന്നെ അങ്ങനെ ഉലമാക്കൾ വന്നൊരു എത്രയോ റിജാലുകളൊക്കെ വന്നിട്ടാണ് ഈ റവ വരുന്നത്. അപ്പോൾ അതാണ് നരേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റവ എന്ന് പറഞ്ഞാൽ റ ഫതഹ വാവ് ഫതഹ അലിഫ് മക്സൂറ. റവ യർവി. ഇവിടെ അതിലേക്ക് മഫൂലും ബിഹി കയറി. അപ്പോഴാണ് അലിഫ് മക്സൂറ വിവരിക്കുക. കുഴപ്പമില്ല. അലിഫ് മക്സൂറ എന്തായി? മദ്ദിന്റെ അലിഫായി റവ. എന്നിട്ട് മഫൂലും ബിഹി. അപ്പം എങ്ങനെ പറയാ? ഫിഅലുൻ മുളാരിഉൻ മർഫു ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറതി. അവിടേക്ക് എത്തിയിട്ടില്ല നമ്മള്. ഫതഹത്തിൽ മുഖദ്ദറതി ലിത്തഅദ്ദുരി. പിന്നെ അൽ ഹാഉ ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ ളമ്മി ഫീ മഹല്ലി നസ്ബിൻ മുളാഫുൻ ഇലൈഹി. ബുഖാരിയു ഫായിലുൻ മർഫൂഉൻ. വാവ് ഹർഫുൽ അത്ഫ്. മുസ്ലിമുൻ മഅതൂഫുൻ അലാ ബുഖാരിയുൻ. മുസ്ലിമുൻ. ഇവിടെ ബുഖാരിയുൻ എന്ന് പറയുമ്പോഴേ ബുഖാറ നാട്ടില് ബുഖാറ നാട്ടിലുള്ള ആളെ ബുഖാരിയു എന്ന് പറഞ്ഞത് നാട്ടിലേക്ക് കൂട്ടിയിട്ടാണ് കേട്ടാ ബുഖാരിയു എന്ന് പറഞ്ഞത്. കണ്ടോ? നസ്ബ് ചെയ്തിക്ക. നിസ്ബ് ബുഖാരിയു. അപ്പൊ നമ്മളെന്താ പറയും? നമ്മളാൾക്കാർ മലബാരിയു എന്ന് പറയട്ടാ. ഹിന്ദിയു ഇന്ത്യക്കാരൻ. മലബാരിയു ആ ശതള്ള യാഗം നമ്മൾ പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ പറയുള്ളൂ ടീച്ചറെ. ശരി, നമ്മളത് പറഞ്ഞത്. ഇതൊന്ന് ഒന്നുകൂടി എനിക്ക് അനലൈസ് ചെയ്ത്. റവാഹു എന്ന് പറയുമ്പോൾ റവാഹു ഫിഅലുൻ മാലിൻ. റവ എന്ന് പറഞ്ഞാൽ മാലി അല്ലേ. റ ഫതഹ വാവ് ഫതഹ അലിഫ് മക്സൂറ. അതിലേക്ക് ഹാ ചേർന്നപ്പോൾ അലിഫ് മക്സൂറ മാറിയിട്ട് മറ്റേ ഇതായി മദ്ദിൻ്റെ അലിഫായി. അലിഫ് മംദൂദ എന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഡൗട്ടാണ്. മറ്റേ ശേഷം ഹംസ വരുന്നതിനാണ് അലിഫ് മംദൂദ എന്ന് പറയാം. പിന്നെ അപ്പോൾ എന്താ പറഞ്ഞത്? ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദരി ലിത്തഅദ്ദുരി. ഫതഹ മൂന്നാമത്തെ ലെറ്ററിൻ്റെ ഇതുമ്പോൾ ഫതഹ സാങ്കല്പികമായ ഫതഹയാണ്. എസ്റ്റിമേറ്റഡ് ഫതഹയാണ് അലിഫുമ്മ. കാരണം അലിഫു ഹർക്കത്തിനെ സ്വീകരിക്കൂല. പിന്നെ അൽഹാഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ളമ്മി ഫീ മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അൽ ബുഖാരിയു ഫായിലുൻ മർഫൂഉൻ. നെസ്ബാണെന്നൊന്ന് ശ്രദ്ധിച്ചോന്ന്. നിസ്ബ ചെയ്തെന്ന്. വാവു ഹർഫുൽ അത്ഫ്. മുസ്ലിമുൻ മഅതൂഫുൻ അലാ ബുഖാരിയുൻ. റവ ബുഖാരിയും മുസ്ലിമും ഇത് ഉദ്ധരിച്ചു. കണ്ടോ? മുസ്ലിമും ഇത് നെറേറ്റ് ചെയ്തു. ഇറ്റ് എന്നുള്ള അർത്ഥമാണ് ഹൂ കേട്ടാ. ഈ ഹദീസ് ഈ ഹൂ മടങ്ങണത് ഈ ഹദീസിനെ മൊത്തം. ഖാലൽ മുദർരിസു അധ്യാപകൻ പറഞ്ഞു. മാഷാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചത് എന്തുട്ടാ ഉദ്ദേശിച്ചത് എന്നല്ലേ. അപ്പൊ ഇത് ജുംലത്തു തഅജ്ജുബാണ് കേട്ടാ. ശരിക്കും ജുംലത്തു തഅജ്ജുബാണ്. ഞാൻ എഴുതിയേക്കട്ടെ, ഞാൻ മറക്കും. ജുംലത്തു തഅജ്ജുബ് കേട്ടാ. ആശ്ചര്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ജുംല. ശരിക്കും മൗസൂലാണ്. അള്ളാഹു ഉദ്ദേശിച്ച യാതൊന്ന് എന്നുള്ള അർത്ഥം കേട്ടോ. ഷാഫിഅലു മാദിൻ മബനിൻ അലൽ ഫതഹി അല്ലാഹു ഫാഹിൽ. അടുത്തത് ഖാലൽ ഹുസൈൻ പറഞ്ഞു. ഇൻതഹൽ വഖ്തു യാ ഉസ്താദ്. ഉസ്താദേ സമയം കഴിഞ്ഞു. ഇൻതഹ ഞാൻ എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ റബ്ബേ. ഇൻതഹൽ വഖ്തു ദ ടൈം ഈസ് അപ്പ്. ഞാൻ ഇൻതഹന്റെ എഴുതിയിട്ടില്ല. ഇൻതഹ എട്ട് ഒന്ന് നോക്കി. ഇൻതഹ എവിടെയെങ്കിലും കിട്ടും? 8 എന്ന് എഴുതിയിട്ടുണ്ട്. 8 ഏതാ? ഇൻതഹ ഏതാന്നറിയോ? ഇഫ്തഅല വസനാണ് കേട്ടോ. ഇൻതഹ യൻതഹി
ഇന്തിഹാ വഹുവ മുൻതഹിർ. ആ, നമുക്ക് നല്ല വസൻ. ഇതാക്കുന്ന കിട്ടുന്നില്ല, എട്ടാണ് കേട്ടോ, ഇൻതഹ. അപ്പൊ ഫിയലുൻ മാലിൻ മബനിയുൻ ഫിയലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറത്തി ലിത്തഅദ്ദുരി. ഫിയലുൻ മാലി മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറത്തി ലിത്തഅദ്ദുർ. തഅദ്ദുറാണ്. പിന്നെ അൽ വഖ്തു ഫായിലുൻ മർഫൂഉൻ യാ ഹർഫു നിദാ ഉസ്താദു മുനാദ. ഖാലൽ മുദർരിസു അറന്നൽ ജർസു. റന്നൽ ജർസു, ബെല്ലടിച്ചോ, ബെല്ലടിച്ചോ. റന്നൽ ജർസു. അപ്പോൾ എന്താണത്? ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം മബനി അലൽ ഫതഹി. റന്ന ഫിഅലുൻ മാലിൻ മബനി അലൽ ഫതഹി. അൽ ജർസു ഫായിലുൻ മർഫൂഉൻ. ഖാലൽ ഹുസൈനു. ഹുസൈൻ പറഞ്ഞു ലാ യസ്മഉ സൗതൽ ജർസി ഫീ ഫസ്ലിനാ ഹാദാ. ഈ നമ്മുടെ ക്ലാസ്സിൽ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കപ്പെടുകയില്ല. കേൾക്കപ്പെടുകയില്ല. ഈ നമ്മുടെ ക്ലാസ്സിൽ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കപ്പെടുകയില്ല. The bell sound will not be heard in this class. In our class, നമ്മുടെ ക്ലാസ്സിൽ കേൾക്കപ്പെടുകയില്ല. ഹർഫു കേൾക്കപ്പെടില്ല. ഹർഫു നഫി അല്ലേ? നഫി. മബനിയുൻ അലൽ സുകൂനി. ഉസ്മഉ ഫിഅലുൻ മുളാരിഉൻ ലിൽ മജ്ഹൂലി മർഫൂഉൻ ബിളമ്മത്തുൽ ലാഹിറ കഴിഞ്ഞില്ലേ? പിന്നെ അസ്സൗതു നായിബു ഫായിലുൻ മർഫൂഉൻ ഫഹുവ മുളാഫ്. അൽ ജർസി സൗത്ത് മാത്രമല്ല, സൗത്തുള്ള തെറ്റിണ്ട്. സൗത്ത് മാത്രമുള്ള മുലാഫ് മുലാഫ് ഇലൈഹി അല്ലേ? ശരി. അൽ ജർസി മുലാഫിൻ ഇലൈഹി ഫി ഫസ്ലി ജാറും മജ്റൂറും ഫസ്ലി മുലാഫുൻ ന മുലാഫിൻ ഇലൈഹി. ഹാദ എന്നുള്ളത് നഅത്താണ് കേട്ടോ. ഫസ്ലിൻ്റെ നഅത്താണ് ഹാദ. ഹാദ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലേ? മുലാഫിൻ ഇലൈഹിക്ക് ശേഷം വരുന്ന ഇസ്മുൽ ഇഷാറകളൊക്കെ നഅത്തായിട്ടാണ് പറയാന്നുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം? ഇസ്മുൽ ഇഷാറ മബനിൻ അല സുകൂനി ഫി മഹല്ലി ജറിൻ നഅത്തു. ജറിൻ്റെ മഹലിലുള്ള. ഖാലൽ മുദർരിസു മുൻദു മത. എപ്പോൾ മുതൽ? മുൻദു പഠിച്ചില്ലേ? സിൻസ് പഠിച്ചിട്ടില്ലേ? ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി. മത ഇസ്മുൽ ഇസ്തിഫ്ഹാം. സുകൂനല്ല, ളമ്മി. മത ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുകൂനി ഫി മഹല്ലി ജറിൻ ബിഹർഫി. മുൻദു ഉസ്ബുഐനി ഔ അക്സറ. രണ്ടാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ മുതൽ. ഫ്രം 2 weeks or more. രണ്ടാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ മുതൽ. മുൻദു ഹർഫു ജറിൻ മബനിയുൻ അലൽ ളമ്മി. ഉസ്ബുഐനി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജറിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. എന്നുള്ളത് ഇസ്മുൽ മജ്റൂറു അലാമത്ത് ജരിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. കാരണം അത് മുസന്നയാണ്. ഔ ഹർഫു അത്ഫിൻ. അക്സറ എന്നുള്ളത് മഅതൂഫുൻ അലാ ഉസ്ബുഐനി. അതുകൊണ്ടാണ് ഫതഹയിൽ ജർ ചെയ്തത് കേട്ടോ. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നത് ഈ വീക്ക് മുഴുവൻ എടുക്കും തോന്നുന്നുണ്ട് കേട്ടോ. എക്സസൈസ് നിങ്ങളും കൂടിയിട്ട് പ്രോത്സാഹിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കഴിയും. എങ്ങനെ പ്രോത്സാഹിക്കാന്നറിയോ? എന്താന്നറിയോ? തീരുവല്ലാന്ന് പറയല്ലേ, നമ്മൾ